ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. യേശുവിലേറ്റം സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് വിചിന്തനത്തിനായി നൽകപ്പെട്ടിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 39 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. യേശു ജന്മന അന്ധനായിട്ടുള്ള ഒരുവനെ സുഖപ്പെടുത്തുന്നതാണ് ഈ സുവിശേഷ ഭാഗങ്ങളിലൂടെ നാം വായിച്ചു കേൾക്കുന്നത്. യേശുവും തൻ്റെ ശിഷ്യരും ആണ്ടുതോറും ജെറുസലേം സന്ദർശിക്കുമായിരുന്നു. യഹൂദ വിശ്വാസികൾക്ക് ഏറെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളായിരുന്നു ജെറുസലേമും അതോടൊപ്പം തന്നെ അവിടെയുള്ള ഓരോ തിരുനാളുകളും. യേശുവും ശിഷ്യരും ഈ പ്രാവശ്യം ജെറുസലേം സന്ദർശിക്കുന്നത് അവിടുത്തെ കൂടാര തിരുനാളിൽ പങ്കെടുക്കുവാനായിട്ടാണ്. കൂടാര തിരുനാൾ അഥവാ ഇത് അറിയപ്പെട്ടിരുന്നത് പ്രകാശത്തിന്റെ തിരുനാൾ എന്നാണ്. യഹൂദർ ഒരുപോലെ വിശ്വസിച്ചിരുന്ന മറ്റൊരു കാര്യമാണ് ഈ കൂടാര തിരുനാൾ അഥവാ പ്രകാശത്തിന്റെ തിരുനാളിൽ സ്ത്രീകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി ഒരുക്കിയിട്ടുള്ള ഒരിടത്ത് വലിയ ദീപങ്ങൾ സ്ഥാപിതമായിരുന്നു. ആ ദീപങ്ങൾ പ്രകാശിതമാക്കുന്നതിലൂടെ ആ പ്രകാശം ജെറുസലേം മുഴുവനെ പ്രകാശപൂരിതമാക്കുമെന്ന് അവർ ഒന്നടങ്കം വിശ്വസിച്ചിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ യേശു ലോകത്തിനോട് വെളിപ്പെടുത്തുന്നുണ്ട്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. ഈ കൂടാര തിരുനാളിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു വെളിപ്പെടുത്തൽ യേശുനാഥൻ നടത്തുന്നത്. യേശു ലോകത്തിന്റെ പ്രകാശമാണെന്ന പുതിയൊരു വെളിപ്പെടുത്തൽ. ഈ ഒരു വെളിപ്പെടുത്തൽ കൂടുതൽ ദൃഢപ്പെടുത്തുവാനും ആഴപ്പെടുത്തുവാനുമായിട്ടാണ് യേശു ഈ ഒരു അത്ഭുതം നടത്തുന്നത്. ഇവിടെ ഒരു അത്ഭുതമല്ല നടക്കുന്നത്, മറിച്ച് 2 അത്ഭുതങ്ങളാണ്, 2 സൗഖ്യങ്ങളാണ് യേശുനാഥൻ പ്രവർത്തിക്കുന്നത്. ഒന്നാമതായിട്ട് ശാരീരികമായ ആ ബുദ്ധിമുട്ട് നേരിടുന്ന അന്ധനെ സുഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ആത്മീയ അന്ധതയിലായിരിക്കുന്ന തന്റെ ശിഷ്യരെയും യേശു ഇവിടെ സുഖപ്പെടുത്തുന്നുണ്ട്. യേശു ആ അന്ധനെ സമീപിക്കുമ്പോൾ, അവനിലേക്ക് നോക്കുമ്പോൾ യേശു കാണുന്നത് അവന്റെ കുറവുകളല്ല, മറിച്ച് അവനായിരിക്കുന്ന ആ അവസ്ഥയെയാണ്, അവന്റെ ആ ഒരു ബലഹീനതയെ. യേശുവാകുന്ന ആ പ്രകാശം അവനിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ടാണ് യേശു തീരുമാനിക്കുന്നത്. എന്നാൽ കൂടെയുള്ള ശിഷ്യരാകട്ടെ അവനിലേക്ക് നോക്കുമ്പോൾ അവന്റെ കുറവുകളും പോരായ്മകളുമാണ് നോക്കിക്കാണുന്നത്. അത് തിരുത്തുവാനായിട്ട് യേശു അവനെ സുഖപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഒരു വചനഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ യേശുവിന്റെ ഈ വലിയൊരു മനോഭാവം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് സ്വീകരിക്കേണ്ടത് ഏറെ അത്യാവശ്യമാണ്. യേശുവിനെ ഏൽപ്പിച്ചിരുന്ന വലിയൊരു ദൗത്യം ദൈവത്തിന്റെ പുത്രനായിരുന്ന അവിടത്തേക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആ ഒരു പ്രകാശം പകർന്നു കൊടുക്കുക എന്നതാണ്. പലപ്പോഴും യേശുവിന്റെ മക്കളായ നമ്മൾ ഓരോരുത്തർക്കും ദൈവം നിരവധി കഴിവുകൾ തന്നിട്ടുണ്ട്, നിരവധി ഗുണങ്ങൾ തന്നിട്ടുണ്ട്, സമ്പത്ത് തന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇത് നമ്മളിലേക്ക് ഒതുക്കി ഒരു അന്ധനെ പോലെ ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നാം എല്ലാം ഒതുങ്ങിക്കൂടുന്നു. എന്നാൽ യേശു ഈ വചനഭാഗത്തിലൂടെ നമ്മൾ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. അപരനിലേക്ക് നോക്കുമ്പോൾ അവനായിരിക്കുന്ന അവസ്ഥകൾ മനസ്സിലാക്കി അവനിലേക്ക് നമ്മുടെ പ്രകാശം പകർന്നു കൊടുക്കുവാനായിട്ട്. ഒരിക്കൽ എവിടെയോ വായിച്ചു കേട്ട ഒരു കഥ ഇപ്രകാരം ഞാൻ ഓർക്കുന്നുണ്ട്. മൈക്കിൾ ആഞ്ചലോ എന്ന് പറയുന്ന ലോക പ്രശസ്തനായ ശില്പതാവ് ഒരിക്കൽ ഒരു കല്ല് കാണുവാനായിട്ട് ഇടയാവുകയാണ്. അദ്ദേഹം ആ കല്ലിലേക്ക് കുറച്ചു നേരം നോക്കി നിന്നതിന് ശേഷം ആ കല്ലിൽ അതിമനോഹരമായ ഒരു മാലാഖയുടെ രൂപം ചെത്തിമിനുക്കി എടുക്കുന്നുണ്ട്. ആ രൂപം കാണുന്ന പലരും മൈക്കിൾ ആഞ്ചലോയോട് വളരെ അത്ഭുതത്തോടുകൂടി ചോദിക്കുന്നുണ്ട്, എപ്രകാരമാണ് ഈ ഒരു രൂപത്തിന്, ഈ ഒരു അത്ഭുതകരമായ ഭംഗിയുള്ള മാലാഖയ്ക്ക് രൂപം കൊടുക്കുവാൻ സാധിച്ചതെന്ന്. മൈക്കിൾ ആഞ്ചലോ മറുപടി നൽകുന്നത് ഇപ്രകാരമാണ്, ഞാൻ ആ കല്ലിലേക്ക് നോക്കിയപ്പോൾ ആ കല്ലിന്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളല്ല എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്, മറിച്ച് ആ കല്ലിൽ ഞാൻ കണ്ടത് ഈ സുന്ദരമായ മാലാഖയുടെ രൂപം മാത്രമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ അപരനിലേക്ക് നോക്കുമ്പോൾ നമ്മൾ അവരുടെ കുറവുകളല്ല നോക്കിക്കാണേണ്ടത്, മറിച്ച് അപരനിലെ നന്മകൾ നോക്കിക്കാണുവാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് നമുക്കുള്ളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന പ്രകാശം പകർന്നു കൊടുക്കുവാനായിട്ടും അവരുടെ ജീവിതം ഏറ്റവും ധന്യമാക്കുവാനായിട്ടും നമ്മുടെ ജീവിതവും ഏറ്റവും സന്തോഷകരമായി തീർക്കുവാനായിട്ടും നമ്മൾക്ക് സാധിക്കുന്നത്. യേശു എപ്രകാരമാണോ അന്ധന്റെ ആ ഇരുട്ട് എടുത്തു മാറ്റിയത്,
നമ്മളിൽ നൽകപ്പെട്ടിരിക്കുന്ന ആ പ്രകാശത്തിന്റെ വെളിച്ചത്താൽ അപരനിലെ അന്ധകാരം എടുത്തു മാറ്റുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.